ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ലയണൽ മെസ്സി ആയിട്ട് ജനിക്കാനാണ് എനിക്ക് ആഗ്രഹം. അർജന്റീനൻ താരം അൽവാരസ് അദ്ദേഹം ലയണൽ മെസ്സിയെക്കുറിച്ച് മനസ്സ് തുറന്നിക്കുകയാണ്. അർജന്റീനയിൽ അദ്ദേഹത്തിൻ്റെ സഹതാരമാണ് ലയണൽ മെസ്സി. ഒരുപാട് മത്സരങ്ങൾ ഒരുമിച്ച് കളിച്ചു. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫോമിൽ തന്നെയാണ് താരം. അദ്ദേഹം ലയണൽ മെസ്സിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ലയണൽ മെസ്സിയെ പോലെ ആകാനാണ് ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൽവാരസ് ലയണൽ മെസ്സിയെ റോൾ മോഡലാക്കിയിട്ടുള്ള ഒരുപാട് താരങ്ങൾ നിലവിൽ ഫുട്ബോൾ ലോകത്തുണ്ട്. യുവതാരങ്ങൾ മത്സരത്തിലേക്ക് കളത്തിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ഓരോ താരങ്ങൾക്കും ലയണൽ മെസ്സി ഒരു പ്രചോദനം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മത്സര ശൈലി, മുന്നേറ്റങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മെയിനാണ്. ലയണൽ മെസ്സിയുടെ സ്വഭാവം അത് ഓരോ താരങ്ങൾക്കും ഫോളോ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് ലയണൽ മെസ്സി. ആരോടും അല്ലാതെ വാക്കേറ്റത്തിനോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോവാതെ അദ്ദേഹം ചെയ്യേണ്ട കാര്യം വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കളത്തിൽ ചെയ്ത് കണ്ട് കയറിപ്പോരുന്ന ഒരു പ്രവണത ലയണൽ മെസ്സിയിൽ ഉണ്ടല്ലോ അല്ലേ. ഒരുപാട് മത്സരങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ വീക്ഷിക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് കണ്ട് കളത്തിൽ നിന്ന് കയറിപ്പോരും. ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ, അല്ലെങ്കിൽ ഫോളൊന്നും ചെയ്യാതെ, കാർഡുകളൊന്നും വാങ്ങാതെ, അങ്ങനത്തെ ഒരു പ്രവണത, ഭയങ്കര നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആണ് അദ്ദേഹത്തെ. ഏതായാലും ലയണൽ മെസ്സിയെ പുകഴ്ത്തി പറയാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്കെങ്കിലും സംസാരിക്കാത്ത മുൻ ലെജൻഡുകളോ അല്ലെങ്കിൽ നിലവിൽ ഫുട്ബോൾ ലോകത്തേക്ക് കടന്നു വരുന്ന താരങ്ങളോ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളോ ഒന്നും, ഇവരൊക്കെ കണക്കെടുത്ത് കഴിഞ്ഞാലും ലയണൽ മെസ്സിയെ കുറിച്ച് സംസാരിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. കാരണം അത്രയും പറഞ്ഞാലും തീരാത്തൊരു സാമ്രാജ്യമാണ് ലയണൽ മെസ്സി എന്നുള്ളതാണ്. ബ്രസീൽ യുവതാരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് താരങ്ങൾ അദ്ദേഹത്തെ റോൾ മോഡലാക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മത്സര ശൈലി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ പല റിപ്പോർട്ടുകളിലും അല്ലെങ്കിൽ പല മാധ്യമങ്ങൾക്ക് മുന്നിലും ഓരോ താരങ്ങളും ലയണൽ മെസ്സിയെ കുറിച്ച് കണ്ട് പല രീതിയിലും സംസാരിക്കലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മത്സര ശൈലിയെക്കുറിച്ചൊക്കെ. ഏതായാലും അർജന്റീനയിലാണെങ്കിലും ഇന്റർ മയാമിയിലാണെങ്കിലൊക്കെ നിലവിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ബെസ്റ്റ് ടൈം പോലെ തന്നെ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ അടുത്ത 2026 വേൾഡ് കപ്പ് ടാർഗറ്റ് ചെയ്യുകയാണ് ലയണൽ മെസ്സി. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026 വേൾഡ് കപ്പ് വരെയെങ്കിലും കളിക്കണം എന്നുള്ളത്. ആ ഒരു വേൾഡ് കപ്പ് ആയിരിക്കാം ചിലപ്പോൾ അവസാനം അർജന്റീന ജേഴ്സിയിൽ നീലക്കുപ്പായത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരങ്ങൾ വരുന്നത് എന്ന് നമ്മൾക്ക് കരുതുന്നുണ്ട്. കാരണം കുറച്ച് മുന്നേ തന്നെ അദ്ദേഹം കളിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും തിരിച്ചു വന്നിട്ടാണ് ഈ ഒരു 4 ട്രോഫികൾ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് അടുപ്പിച്ച് നേടിയത്. 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനലിസ്റ്റ്, ഒരു വേൾഡ് കപ്പ്, അങ്ങനെ 3-4 ട്രോഫികൾ അടുപ്പിച്ച് നേടിയത്. ഇപ്പോൾ ഇന്റർ മയാമിയിൽ ലൂയിസ് സുവാരസ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ പരിശീലകനായിട്ട് മസ്കരാനോ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുൻ ബാഴ്സ സഹതാരങ്ങളൊക്കെ ഓൾറെഡി അവിടെയുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ താരം നെയ്മർ ജൂനിയറും അവിടേക്ക് ചേക്കേറും എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അങ്ങനെ ഇന്റർ മയാമി ഒരു ചെറിയ ഒരു ബാഴ്സലോണയായിട്ട്, മിനി ബാഴ്സലോണയായിട്ട് ഓൾറെഡി മാറിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അൽവാരസ് അദ്ദേഹത്തിൻ്റെ സഹതാരം അല്ലെങ്കിൽ റോൾ മോഡലായിട്ടുള്ള ലയണൽ മെസ്സിയെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. ലയണൽ മെസ്സിയായിട്ട് ജനിക്കാനാണ് എനിക്ക് അടുത്ത ജന്മത്തിൽ ആഗ്രഹം എന്നുള്ളത്.